ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 84. കോളേജിൽ നിന്ന് മൊത്തം 7 ലെക്ചർമാർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചാണ് എറണാകുളത്തേക്കുള്ള ട്രെയിൻ കയറിയത്. 5 സാറന്മാരുടെ കൂട്ടത്തിൽ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിലൊരാൾ നീരജയും. താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും പാതിരാത്രിയാകുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ 8 മണിയേ ആയിട്ടുള്ളൂവെങ്കിലും എല്ലാവരും കഴിച്ചിട്ടാണ് ട്രെയിൻ കയറിയത്. എറണാകുളത്തെത്താൻ ഇനിയും 2-3 മണിക്കൂറുകൾ ഉള്ളതുകൊണ്ട് തന്നെ മഹാദേവൻ തൻ്റെ സീറ്റിൽ ചാരിയിരുന്ന ഒന്ന് കണ്ണുകൾ അടച്ചുപോയി. എതിർവശത്തായുള്ള സീറ്റിലിരിക്കുന്ന നീരജയുടെ ഇടതടവില്ലാത്ത നോട്ടം തന്നെയായിരുന്നു പ്രധാന കാരണം. കണ്ണടച്ചാലും കണ്ണിന് മുന്നിൽ എന്നവണ്ണം വൈശാഖിയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നതും ആശ്ചര്യത്തോടെ അവൻ കണ്ണുകൾ തുറന്ന് പിടിച്ചുകൊണ്ട് തലയൊന്ന് കുടഞ്ഞുപോയി. എന്താ സാർ, എന്തു പറ്റി? അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടതും അടുത്തിരുന്ന ഡേവിഡ് സാർ ഒട്ടൊരു സംശയത്തോടെ അവനെ നോക്കി. ഏയ്, ഒന്നുമില്ല സാർ, അവൻ ചിരിയോടെ മറുപടി നൽകി. ശേഷം പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ആ ഒരുവളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ അപ്പോൾ. പെണ്ണിപ്പോൾ എന്തു ചെയ്യുമായിരിക്കും? അവൾ വല്ലതും കഴിച്ചു കാണുമോ അതോ ബോണ്ടാടെ വാലെ തൂങ്ങി നടക്കുമായിരിക്കുമോ? താൻ പോകാനിറങ്ങിയപ്പോൾ ആ മുഖം ഒന്ന് മങ്ങിയത് കണ്ടതാ. അവളെ ചേർത്ത് പിടിച്ചിട്ട് യാത്ര പണയണമെന്നുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അതിന് പറ്റിയില്ല എന്ന് പറയുന്നതാവും ശരി. പെണ്ണിനെ ചൂട് പിടിപ്പിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം എന്തൊക്കെ പറഞ്ഞാലും ശരി, അവളിൽ നിന്നും തിരിച്ചൊരു മറുപടി പോലും ഉണ്ടാവാറില്ല. അവളിപ്പോഴും പണ്ടത്തെ വിദ്യാർത്ഥിനിയെപ്പോലെ തന്നെയാണ് എന്നോട് സംസാരിക്കാറുള്ളതും. ഒരു മാറ്റവും ഇല്ല. കിടത്തം എൻ്റെ മുറിയിലേക്ക് മാറ്റിയെന്നല്ലാതെ മറ്റൊന്നും അവളിൽ മാറിയതായി കാണാനും സാധിക്കുന്നില്ല. എന്തേലും ചോദിച്ചാലോ സാറേ എന്ന് വിളിക്കാതെ അവളിൽ നിന്നൊരു ഉത്തരവും വരില്ല. അങ്ങനെയുള്ള ആ പെണ്ണിനെ കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നിന്റെ ഭർത്താവാണെന്നും പറഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അവൾ ഞെട്ടി ബോധം കെടാതിരുന്നാൽ ഭാഗ്യം. തൻ്റെ കയ്യിലും തെറ്റുണ്ട്. അതിനോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാനോ പെരുമാറാനോ ഇപ്പോഴും തന്നെ കൊണ്ട് പറ്റാറില്ല എന്നതാണ് സത്യം. എന്താ കാരണമെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് തനിക്കും അറിയത്തില്ല. ചിലപ്പോൾ ആദ്യം തൊട്ട് വീട്ടുകാരുടെ മുൻപിലും അവളുടെ മുൻപിലും ഇട്ട ആറ്റിറ്റ്യൂഡിന് കോട്ടം തട്ടുമെന്നുള്ള കുറച്ചിലുകൊണ്ടാവാം. അല്ലെങ്കിൽ അവൾ ഇപ്പോഴും എൻ്റെ വിദ്യാർത്ഥിനിയാണ് എന്നുള്ള തൻ്റെ മനസ്സിൻ്റെ ചിന്താഗതി കൊണ്ടാവാം. അതും അല്ലെങ്കിൽ അവളോടുള്ള തൻ്റെ സമീപനത്തിന് പെട്ടെന്നുള്ളൊരു മാറ്റം കാണുമ്പോൾ അവളെന്ത് വിചാരിക്കും എന്നുള്ള ഭയം കൊണ്ടാവാം. ഇതൊക്കെ മാറ്റണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നടക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ഒന്ന് മാത്രം സമ്മതിക്കാം, ഒരു പെണ്ണെ ജീവിതത്തിൽ വേണ്ടാന്ന് ചിന്തിച്ച തനിക്കിപ്പോൾ ആ ഒരുവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നായിട്ടുണ്ട്. കാശിൻ്റെ കാര്യത്തിൽ ആരോടും കടുംപിടുത്തം പിടിക്കുന്നവനായ താൻ വൈശാഖിയുടെ കാര്യത്തിൽ ഇപ്പോൾ കടുംപിടുത്തം പിടിക്കാറില്ല എന്നത് മറ്റൊരു സത്യവും. അവളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്, അവളില്ലാതെ ഇനിയും തനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ആ ഒരുവളുടെ കഴുത്തിൽ താലി കെട്ടി ഞാൻ സ്വന്തമാക്കിയത്. ഇത്രയൊക്കെ നിന്നെ സ്നേഹിക്കാൻ നീ എന്ത് മായാജാലവാടി പെണ്ണെ എന്നിൽ കാട്ടിയത്? ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന ദേവൻ്റെ ചുണ്ടിൽ ചിരി വിടർന്നത് അവൻ പോലും അറിയാതെയായിരുന്നു. പക്ഷേ ആരോ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന തോന്നൽ വന്നപ്പോഴാണ് മഹാദേവൻ പിന്നീട് നേരെ നോക്കിയത്. അപ്പോൾ കണ്ടു ദേവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന നീരജ ടീച്ചറെ. ഛേ, വൃത്തികെട്ടവൾ. ദേവൻ അത്രയും നേരം തോന്നിയ സന്തോഷങ്ങളെല്ലാം ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതായിപ്പോയി. കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞിട്ടും പിന്നാലെ നടക്കുന്നവളോടുള്ള വെറുപ്പ് മഹാദേവൻ്റെ മുഖത്ത് നല്ലതുപോലെ പ്രകടമായി. അവൻ്റെ മുഖത്തെ ദേഷ്യവും അമർഷവും കണ്ടിട്ടാവാം നീരജ പിന്നീട് അവനിൽ നിന്നുമുള്ള നോട്ടം മാറ്റിക്കളഞ്ഞത്. പോക്കറ്റിൽ കിടന്ന ഫോൺ അടിച്ചപ്പോൾ പിന്നീട് അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. നോക്കിയപ്പോൾ അമ്മയാണ്. ഹലോ അമ്മേ. കോൾ എടുത്ത ഉടനെ തന്നെ ദേവൻ വിളിച്ചു. എവിടെയായി നീയ്? ആദ്യം കേട്ട ചോദ്യം അതായിരുന്നു. കോട്ടയം കഴിഞ്ഞു എന്ന് മറുപടി കൊടുക്കുമ്പോഴും നെഞ്ചു മുഴുവൻ ആ ഒരുവളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയുള്ള കൊതിയായിരുന്നു. എത്തുമ്പോൾ വിളിക്കണേടാ, ലക്ഷ്മി അവനെ വീണ്ടും ഓർമ്മിപ്പിച്ചു. വിളിക്കാമേ, അവൻ സമ്മതിച്ചു. അവളെവിടെയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ ചോദിക്കാൻ തോന്നിയില്ല ദേവന്.
എന്നാ വെച്ചക്കട്ടേടാ, നീ ചെന്നിട്ട് വിളിക്ക്, ലക്ഷ്മി ആവശ്യപ്പെട്ടു. അമ്മേ, അവൾ എന്തിയെ വൈശാഖി? അമ്മ കോള് കട്ടിയോ എന്ന പേടിയിൽ അവൻ ചാടി കയറി ചോദിച്ചുപോയി. അവളും ബാലേട്ടനും കൂടി പുറത്തേക്ക് പോയിരിക്കുക ദേവാ. പുറത്തേക്ക് പോയോ? എന്തിന്? ഈ പാതിരാത്രി 9 മണിക്ക് അവരെന്തിന് പുറത്തു പോണോ എന്നൊരു സംശയം അവനിൽ പൊടുന്നനെ ഉണ്ടായി. അവക്ക് പുരികം ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നാളെ കല്യാണമല്ലേ ദേവാ, അതുകൊണ്ട് ബാലേട്ടൻ അവളെയും കൂട്ടി അടുത്തുള്ള ലതികയുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോയി. ലക്ഷ്മിയുടെ ചിരിയോടെയുള്ള സംസാരം അവൻ്റെ കാതിൽ പതിഞ്ഞു. ശരിയമ്മേ, എങ്കിൽ വെച്ചോളൂ. അവളുടെ കാര്യം കേട്ടപ്പോൾ ഒരു ചിരിയോടെയാണ് മഹാദേവൻ സംസാരം അവസാനിപ്പിച്ചതും കോള് കട്ട് ചെയ്തതും ഒക്കെ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, പുരികം ത്രെഡ് ചെയ്തില്ലേലും അവൾ സുന്ദരിയാന്ന് ആരാ അവളോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നേ? ഫോണിലെ ഗ്യാലറിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വൈശാഖിയുടെ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നവൻ. അവൻ്റെ മനസ്സും ശാന്തമായി. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി അതിനടുത്തായി താമസ സൗകര്യം ഏർപ്പെടുത്തിയ മുറിയിലേക്ക് ചെന്നപ്പോഴേക്കും മണി 9 കഴിഞ്ഞിരുന്നു. മണി രാത്രി 11:30 കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് നടന്നു പോകുവാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തേക്ക്. 2 പേർക്ക് ഒരു മുറി എന്ന കണക്കിനാണ് ഹോട്ടലിൽ റൂം അലോട്ട് ചെയ്തിരിക്കുന്നത്. മഹാദേവൻ്റെ കൂടെ ഡേവിഡ് സാറാണ് ഉണ്ടായിരുന്നത്. വീട്ടിലേക്ക് വിളിച്ച് ഈ നേരം ശല്യപ്പെടുത്തണോ എന്ന് ആദ്യം വിചാരിച്ചുവെങ്കിലും ചെല്ലുമ്പം വിളിക്കണേ എന്നുള്ള അമ്മയുടെ ആവശ്യം തള്ളിക്കളയുവാൻ എന്തുകൊണ്ടോ മഹാദേവന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ചെന്ന് കയറിയ ഉടൻ തന്നെ ഡേവിഡ് ബാത്റൂമിലേക്ക് പോയ സമയം അവൻ ലക്ഷ്മിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. ഹലോ ദേവ, നീ എത്തിയോ? ആദ്യത്തെ ബെൽ അടിച്ചു നിന്നില്ല. അതിനു മുൻപേ തന്നെ ലക്ഷ്മി കോൾ എടുത്ത് സംസാരം തുടങ്ങിയിരുന്നു. കൂട്ടത്തിൽ ആരുടെയൊക്കെയോ ഉച്ചത്തിലുള്ള കാറിച്ചയും കൂവിച്ചയും പാട്ടും ഒക്കെ കേട്ടു. ഇതെന്താ അവിടെ ഒരു ബഹളം? ചെന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചവൻ ആ ബഹളം കേട്ടതും ഒട്ടൊരമ്പരപ്പോടെ ചോദിച്ചുപോയി. നീ വീഡിയോ കോൾ ചെയ്തേവാ, പറയാം. അത്രയും പറഞ്ഞിട്ട് ലക്ഷ്മി കോള് കട്ട് ചെയ്തതും അവൻ വാ പൊളിച്ചിരുന്നു പോയി. അപ്പോഴേക്കും വാഷ്റൂമിലേക്ക് പോയ ഡേവിഡ് തിരിച്ചെത്തിയിരുന്നു. അയാൾ കിടക്കുവാനായി തുടങ്ങുന്നു എന്ന് കണ്ടതും സാറിനൊരു ശല്യമാവേണ്ട എന്ന് കരുതി മഹാദേവൻ മുറിയുടെ പിന്നിലായുള്ള ചെറിയ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്തു. മറുവശത്ത് കോള് കണക്റ്റ് ആയതും ആദ്യം അമ്മയുടെ മുഖമാണ് അവൻ കണ്ടത്. കൂട്ടത്തിൽ ഉച്ചത്തിലുള്ള ഏതോ ഒരു ഹിന്ദിപ്പാട്ടിൻ്റെ മ്യൂസിക്കും. എന്താ അമ്മേ എന്നവൻ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ലക്ഷ്മിയുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓണായിരുന്നു. പക്ഷേ അവിടെ കണ്ട കാഴ്ചയിൽ മഹാദേവൻ്റെ തലയിലെ കിളികളെല്ലാം കൂടും കുടുക്കയെടുത്ത് ഈ ദേശം തന്നെ വിട്ടുപോയിരുന്നു എന്ന് വേണം പറയുവാൻ. ഒരു ഷോർട്ടും ടീഷർട്ടും ഇട്ട് വെള്ളത്തോർത്ത് മടക്കി തലയ്ക്ക് ചുറ്റിനും കെട്ടിവെച്ചുകൊണ്ട് ഡപ്പാങ്കുത്ത് ഡാൻസ് കളിക്കുന്ന അച്ഛനും വൈശാഖിയും. ആദ്യമായിട്ടാണ് അവളുടെ ഇത്രയും സന്തോഷം നിറഞ്ഞ മുഖം താൻ കാണുന്നത്. ഇവളിൽ ഇങ്ങനൊരു മുഖം കൂടി ഉണ്ടോ എന്നവൻ അത്ഭുതത്തോടെ ചിന്തിച്ചുപോയി. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ദേവൻ അവരുടെ ഡാൻസിലേക്ക് കണ്ണു നട്ടു. രണ്ടും ഒന്നിനൊന്ന് മത്സരിച്ചാണ് കളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് രണ്ടും കൂടി പരസ്പരം നോക്കി വിസിലടിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്, ചാടുന്നുണ്ട്, ഓടുന്നുണ്ട്, വാ പൊളിക്കുന്നുണ്ട്. അങ്ങനെ പലതരം പ്രകടനങ്ങൾ. കൂട്ടത്തിൽ ആർപ്പോ വിളിക്കാൻ ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചാണ് ബോണ്ടായി നിപ്പുണ്ട്. ആകെപ്പാടെ കാണികളായിട്ടുള്ള ഒരാളായ വിഷ്ണു തലകുത്തി മറിഞ്ഞു ചിരിച്ചുകൊണ്ട് സെറ്റിയിലിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ദേവനൊന്ന് പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നിയെങ്കിലും അകത്ത് കിടക്കുന്ന ഉറങ്ങുന്ന ഡേവിഡ് സാറിനെ ഓർത്ത് അവനത് സ്വയം നിയന്ത്രിച്ചു. രണ്ടും കൂടി പുറത്തു പോയി വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ മോനെ, നാളത്തെ കല്യാണത്തിനൊരു വെറൈറ്റി ആയിട്ട് അമ്മായിയപ്പൻ്റെയും മരുമോടെയും സ്പെഷ്യൽ ഡാൻസ് വേണമെന്ന്. അമ്മ പറയുന്നത് കേട്ടപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ ചിരി അങ്ങ് പൊട്ടിപ്പോയിരുന്നു. എൻ്റെ പെണ്ണേ, അവൻ അവളെ നേരിട്ട് കാണാൻ കൊതിയായിട്ട് വയ്യാതായി. എടാ വിളിക്കാവേ, ഞാനിതിൻ്റെ വീഡിയോ എടുത്ത് നിനക്ക് അയച്ചു തരാൻ ദേവാ. ലക്ഷ്മി അത്രയും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. കിലോമീറ്ററുകൾ അപ്പുറത്ത് തൻ്റെ കുടുംബത്തോടൊപ്പം അവരിൽ ഒരാളായി സന്തോഷിക്കുന്ന ആ ഒരുവളുടെ സന്തോഷം അവൻ്റെ മുഖത്തേക്കും അധികം വൈകാതെ തന്നെ പടർന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. കുഞ്ഞി പാർട്ടാണ് കേട്ടോ.
നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അടുത്ത പാട്ട് ഇത്തിരി ലെങ്തിയാക്കി തന്നേക്കാം. പിന്നെ ജലദോഷം കൊണ്ട് മൂക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അതാണ് ഇന്നലെ സ്റ്റോറി ഇടാഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എഴുതി ഇട്ടേക്കണേ. ബൈ ബൈ.